കുറച്ച് മുമ്പ് വീട്ടിൽ ഇന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചുക്ക് കാപ്പി കുടിച്ച കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആക്ച്വലി അതിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. മക്കൾ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ കൺഫർമേഷൻ എടുത്തു. ഒരു സുപ്പീരിയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ വീട്ടിൽ. കാരണം ഞങ്ങൾ എന്ത് കഴിക്കണം, എടുക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അവരുടെ അമ്മയാണ്. കാരണം ഫുഡ് സേഫ്റ്റി, ഞങ്ങൾക്ക് അഥവാ ഫുഡ് മെഡിസിൻ ആക്കിയാൽ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിന് അവിടെ യാതൊരു സാധ്യതയില്ല. പുള്ളിക്കാരത്തി ഡിസൈഡ് ചെയ്യും. നമ്മുടെ എല്ലാം വീടുകളിൽ അത്തരത്തിൽ തന്നെയായിരിക്കും. വീട്ടിലെ അമ്മ അവിടെ ഉണ്ടാവണം സേഫ്റ്റി ഓഫീസറായിട്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ മെഡിസിൻ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, മെഡിക്കേഷൻ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഒരു മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം റിവ്യൂ ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ട് വർഷത്തിലൊരിക്കൽ. ആ സിസ്റ്റം റിവ്യൂവിൽ നമുക്ക് നമ്മുടെ മെഡിക്കേഷൻ സേഫ്റ്റി ഓഫീസർ കംപ്ലീറ്റ് ആയിട്ട് നടന്ന എല്ലാ ഹൈ റിസ്ക് മെഡിക്കേഷൻസിൻ്റെയും അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിൻ്റെയും, അതർവൈസ് ഒരു നോർമൽ മെഡിസിൻ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പേഷ്യൻ്റ് സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഡിസ്കഷൻസിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു മെഡിക്കേഷൻ സേഫ്റ്റി ഓഫീസറോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറോ രണ്ടും ഒന്നാകാം. അല്ലെങ്കിൽ ഈ ടോട്ടൽ പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാകാം മെഡിക്കേഷൻ സേഫ്റ്റി ഓഫീസർ. ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസർ ഡയറക്റ്റ് ടോപ്പ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ടിംഗ് ആവണം. നമ്മുടെ ഒരു ഹോസ്പിറ്റലിലൊരു കൗതുകകരമായൊരു സംഭവം നടന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. NABH ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് അവരൊരു പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറെ വെച്ചത്. ഈ പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറുടെ റിപ്പോർട്ടിംഗ് ഫാർമസി ഇൻചാർജിൻ്റെ അടുത്തേക്കായിരുന്നു. കാരണം പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറെ എവിടെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത് വെക്കേണ്ടത്, അതൊരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ഉള്ള മനുഷ്യനെ വേണമെന്നത് ഗൈഡ് ലൈൻസിൽ വായിച്ചിട്ട് ആ ഓഫീസറെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി ഉള്ള മനുഷ്യനെ കൊണ്ടുവന്നു. എന്നാൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ കമാൻഡിങ് പവറുള്ള ഫാർമസി ഇൻചാർജിൻ്റെ അടുത്തേക്കാക്കി. മെഡിക്കേഷൻ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാനേജ്മെൻറ്റ് അറിയിക്കേണ്ട കാര്യങ്ങൾ ഈ ഫാർമസി ഇൻചാർജിൻ്റെ അടുത്ത് വരെ എത്തി അവിടെ ബ്ലോക്ക് ആവും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുകൊണ്ട്? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ മെഡിക്കേഷൻ സേഫ്റ്റി ഓഫീസർ ഡയറക്റ്റ് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ടിംഗ് ആയിരിക്കണം. കാരണം അവർ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കേഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, പേഷ്യൻ്റ് സേഫ്റ്റി, ഹൈ റിസ്ക് മെഡിക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ആ കമ്മിറ്റിയുടെ ഒപ്പീനിയൻ എടുത്ത് അതനുസരിച്ച് ആ റിവ്യൂ മീറ്റിംഗിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ വിവേകപൂർവമായിട്ടുള്ള ഒരു എന്താണ് പറയുക, വളരെ വിവേകപൂർവമായിട്ടുള്ള ഒരു മരുന്ന് കൊടുക്കൽ, ഡിസ്പെൻസിങ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, അതിലേക്ക് നമ്മുടെ ആശുപത്രിയെ നയിക്കേണ്ട ആൾക്കാരാണ്. ആ ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ആൾക്കാരാണ്. അതിനെ മോഡിഫൈ ചെയ്ത് കൂടുതൽ നന്നാക്കേണ്ട ആൾക്കാരാണ്. അച്ചീവ്മെൻ്റ് ആണ്. നമുക്കൊരു ആദ്യം അക്രഡിറ്റേഷന് പോകുമ്പോൾ നിർബന്ധമില്ലെങ്കിലും പിന്നീട് നേടിയെടുക്കേണ്ട കാര്യമാണ് MOM 1C, ദ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി അപ്ഡേറ്റ്സ് മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ്. അത് കൂടെ ഈ റിവ്യൂ മീറ്റിംഗ് കൂടി വന്ന വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ഡോസിലാണ് മരുന്ന് കൊടുക്കേണ്ടത്, ആ ഡോസ് ശരിയാണോ, ബിഫോർ ഫുഡാണോ വിത്ത് ഫുഡാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനമാണ് എന്നാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് MOM 1C, the multidisciplinary committee updates medication management process.